ക്രിമിനലുകളെ പിന്താങ്ങിയാൽ വോട്ട് കിട്ടുമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് പ്രതീക്ഷിച്ചിരിക്കാമെന്ന് കെ ശൈലജ ടീച്ചർ പറഞ്ഞു. അല്പം മനസാക്ഷിയുള്ളവർ ഈ ക്രിമിനലിസത്തെ പിന്താങ്ങില്ല. അതിജീവിതകളുടെ മാനത്തിന് കോൺഗ്രസ് വില കൽപ്പിക്കുന്നില്ലെന്നും കെ ശൈലജ ടീച്ചർ പറഞ്ഞു. പരാതി പോലീസിന് കൈമാറിയത് കെ.പി.സി.സി പ്രസിഡന്റ് തന്നെയാണ്. ക്രിമിനലുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പെൺകുട്ടികൾക്ക് ക്രൂരമായ അതിക്രമമാണ് നേരിടേണ്ടി വന്നത്. മനസാക്ഷിയുള്ള മലയാളികൾ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഒപ്പമാണ്. രാഷ്ട്രീയം നോക്കാതെയാണ് LDF കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ സ്ത്രീകൾക്ക് ആശ്വാസമുണ്ടെന്നും സ്ത്രീലമ്പടന്മാരുടെ കൂടെ നിൽക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും കെ ശൈലജ ടീച്ചർ പറഞ്ഞു. ഈ രണ്ടാമത്തെ പരാതി പോലീസിന് കൈമാറുന്നത് കെ.പി.സി.സി പ്രസിഡന്റ് തന്നെയല്ലേ. അപ്പോൾ അതിനകത്ത് വിചാരണ നടക്കുമ്പം പൂർണ്ണമായിട്ട് കാര്യങ്ങൾ വെളിച്ചത്ത് വരും. ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമായതുകൊണ്ട് ഈ ക്രിമിനലുകളെ പിന്താങ്ങിയാലാണ് വോട്ട് കിട്ടുക എന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വിചാരിച്ചോന്ന് അറിയില്ല. ഒരല്പം മനസാക്ഷിയുള്ളവരാരും ഈ ക്രിമിനലിസത്തിനെ പിന്താങ്ങില്ല. അത്രമാത്രം ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾ നേരിട്ടത്. അത് എല്ലാ കാര്യവും വെളിയിൽ വരും. എല്ലാ കാര്യവും ഇങ്ങനെ ഒളിപ്പിച്ച് എല്ലാ കാര്യവും കാലത്തും നടക്കാൻ പറ്റില്ലല്ലോ. അതിജീവിതകൾക്ക് കൂടെ നിൽക്കേണ്ടുന്ന നമ്മുടെ നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ കോൺഗ്രസ്, UDF ആ പെൺകുട്ടികളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പ്രതികളുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുകയാണ്. എന്ത് മനോഭാവമാണെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ക്രിമിനൽ സ്വഭാവവും കൊണ്ട് നടക്കുന്ന ആളുകൾ പിടിയിലകപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുമാത്രം ക്രൂരമായ അതിക്രമങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ നടത്തിയത് എന്നത്. ഇതിൽ കോടതിയും ആ രീതിയിൽ തന്നെ ഈ രണ്ടാമത്തെ പരാതിയിൽ ഒരു ബലാത്സംഗത്തിൻ്റെ കാര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല. ഈ പരാതി നൽകാൻ വൈകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ഇതുണ്ടോ എന്നൊക്കെ ഒരു സംശയം. ആരാണ് കോടതി അങ്ങനെ പറഞ്ഞു എന്ന് ആരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായിട്ടും തെളിവെടുപ്പ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ പരാതിയിലുള്ള പൂർണ്ണമായ തെളിവെടുപ്പ് കഴിയുന്നതിന് മുമ്പേ കോടതി അങ്ങനെ ഒരു അഭിപ്രായം പറയുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എങ്ങനെയാണ് ഈ കോടതി ഈ കാര്യങ്ങൾ പുറത്തു വരിക, കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ? അതുകൊണ്ട് അതിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആ പരാതിയിലും അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നേരിട്ടത് എന്ന കാര്യം പുറത്തു വരാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.